ഗൈസ്, അപ്പോൾ നമ്മുടെ ഇറ്റാലിയൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 9:30-ക്കാണ്. പക്ഷെ ഞാൻ ഇച്ചിരി നേരത്തെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. കാര്യം ഇച്ചിരി നേരത്തെ എത്തുവാണെങ്കിൽ നമുക്ക് ചെക്കിന് ബാക്കി കാര്യങ്ങളും പരിപാടികളൊക്കെ തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ആവാമല്ലോ. നമ്മൾ ഇതുണ്ട് ഡിപ്പാച്ചർ ആകുന്ന ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് ബാക്കി കാര്യങ്ങൾ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടാ. എല്ലാ ഏരിയയും പറയുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ. ചെറിയ എയർപോർട്ട് കേട്ടോ. അപ്പോൾ മാൾട്ട എയർപോർട്ട് എന്ന് പറയുമ്പോഴത്തേനും ബാക്കിയുള്ള എയർപോർട്ടുകളൊക്കെ പോലെ അത്ര വലിയ വലിപ്പമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കുഴപ്പമില്ല, ചെറിയ എയർപോർട്ട് ആണെങ്കിൽ അതിൻ്റെതായ ഒരു വൃത്തിയും വെടിപ്പൊക്കെ ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ട്രിപ്പ് പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന് പോകുന്നത് റോമിൽ ഫിമേസിനോ എന്ന് പറയുന്ന എയർപോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം ചെന്നറിയുന്നത്. പിന്നെ അവിടുന്ന് നമ്മൾ ഇവിടെ ഇങ്ങോട്ട് പോകും, കൊളോസിയത്തിലേക്ക് പോകും. നമ്മൾ ആദ്യം പോയി കൊളോസിയം അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ എൻഡ് ചെയ്യുന്നത് വത്തിക്കാൻ സിറ്റിയിലേക്കാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ട്രിപ്പ് പ്ലാനിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടുന്ന് കയറിയപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, അവിടുന്ന് കാണാനില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അകത്തേക്ക് ചെക്കിൻ ചെയ്ത് കയറി വന്നപ്പോഴത്തേനും നല്ല ജനത്തിരക്ക്. എല്ലാ ഏരിയയിലേക്കും പോകുന്ന ആളുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. തിരക്കണ്ട. പിന്നെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ആദ്യം പോകുന്നത് കൊളോസിയത്തിലേക്ക് പോകുന്നതിന് ഒരു 1.5 മണിക്കൂർ നമ്മൾ ബസ് യാത്രയുണ്ട്. അപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ നമ്മൾ ബസ്സിൽ ഇരിക്കണം. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഇറ്റാലിയിൽ അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഡ്യൂട്ടി ഫ്രീയിൽ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ നല്ല പൈസയാണ്, നല്ല ഫണ്ടാണ്. പൈസ നമുക്ക് ആവശ്യത്തിലധികം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. നമുക്കുള്ള ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണം. പക്ഷേ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ബസ് സർവീസ് ഇവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിനാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകുന്നത്. ഈ കാണുന്ന റെയിനെ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. ബസ്സിനാണെങ്കിലും വലിയ തിരക്കെന്ന് വെച്ചാൽ നമ്മൾ കയറിയ ഫ്ലൈറ്റ് ഫുള്ള് സീറ്റ് ഫില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ട്. ഞാനിപ്പം ഫ്ലൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ സീറ്റും ഫില്ലാണ്. അതായത് നമ്മുടെ റൂമിലേക്ക് പോകുന്ന ഫുൾ ഫ്ലൈറ്റ് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. എപ്പോഴും എല്ലാവരും ഹോളിഡേക്ക് പോകുന്നതൊക്കെ നമ്മൾ റൂമിലേക്ക് കാണാം. അപ്പോൾ ഇവിടെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ ഒക്കെ ഉണ്ട്, സേഫ്റ്റി ഫീച്ചറൊക്കെ. അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. അകത്ത് കയറി നമ്മൾ പെയ്യെ പോവുകയാണ്. പുറത്ത് നല്ല മഴയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. ഇപ്പം നമ്മൾ മാൾട്ടയുടെ മുകളിലൂടെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മഞ്ഞും ആ ഒരു മഴയൊക്കെ ഇങ്ങനെ പുറത്തുകൂടെ പോകുന്നതൊക്കെ ഒരു വല്ലാത്തൊരു കാഴ്ചയാണ്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഒരു കാഴ്ചയായിരുന്നു അത്. അപ്പോൾ നമ്മളിങ്ങനെ അകത്തിരുന്നിട്ടുണ്ട്. നമ്മളിത് ഈ എയർപോർട്ടിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഫ്ലമൻസീനോ എയർപോർട്ടിലേക്ക് നമ്മളിത് എത്തിയിരിക്കുകയാണ്. അതങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്കറിയാം കേട്ടോ. അതങ്ങനെ തന്നെയാണ് നമുക്ക് നമ്മുടെ ഒരു സ്ലാങ് വെച്ചിട്ട് അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 12:30 ആയിട്ടുണ്ട് രാത്രിയിൽ. കാര്യം നമുക്ക് ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു അവിടുന്ന് മാൾട്ടയിൽ നിന്നേ. അപ്പോൾ അത് കുറച്ച് താമസം അവിടെ നിന്ന് എടുത്ത് ഇപ്പോൾ ഒരു 1.5 മണിക്കൂറോളം ഫ്ലൈ ചെയ്ത്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു ലാഗ് ഉണ്ടായിരുന്നു. കാര്യം ഇപ്പം പൊതുവെ മഴയാണ് ഔട്ട് സൈഡ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു കുറച്ച് ലാഗ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. 12:30 സമയമായപ്പോൾ 12:30 ആയപ്പോഴത്തേനും നമ്മളിത് എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. നമ്മളിനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇറങ്ങത്തുള്ളൂ. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇവിടെ ഒരു 5 മണി വരെയെങ്കിലും ഒക്കെ ഇരുന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചെറിയൊരു മയക്കം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. നമ്മളിനി പുറത്തേക്ക് പോകുന്നത്. നമ്മൾ റൂം കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. കാര്യം നമുക്ക് നമ്മളൊരു 1 ഡേ ട്രിപ്പാണ് വരുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. എയർപോർട്ടിൽ അങ്ങനെ ഞാൻ വന്നിറങ്ങിയപ്പോൾ അത്രയും തിരക്ക് കാണാനില്ല കേട്ടോ. നമ്മൾ ഫ്ലൈറ്റിൽ കണ്ട അത്രയും തിരക്ക് ഇവിടെ വന്നിറങ്ങിയപ്പോൾ നമുക്കങ്ങനെ ഒരുപാട് ഇവിടെ കാണാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ഫ്രഷപ്പായിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും അവിടെ നിന്നെല്ലാം കാര്യങ്ങളൊക്കെ റെഡിയാക്കിയില്ല. നമ്മൾ തന്നെ ഒന്ന് ഫ്രഷപ്പായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ നമുക്ക് 2 ബസ് സർവീസാണ്. ഇപ്പം നമ്മൾ TAM എന്ന് പറയുന്നൊരു ബസ്സിനാണ് നമ്മളിപ്പം പോകുന്നത്. അല്ലാതെയും ബസ് സർവീസുകളുണ്ട്. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ വരുന്നതിന് മുന്നേ തന്നെ ബുക്ക് ചെയ്തിട്ട് വരിക, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടാണെങ്കിൽ ബുക്ക് ചെയ്യാം. ഇവിടെയും ഒരുപാട് നമ്മൾ എയർപോർട്ടിൻ്റെ വെളിയിലേക്ക് വരുമ്പോൾ എക്സിറ്റ് വെളിയിലേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് ഇങ്ങനെ സ്റ്റേഷൻസ് കാണാൻ പറ്റും. നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 6 യൂറോയാണ് വൺ സൈഡ് പറയുന്നത്. അപ്പം അങ്ങോട്ടും കൂടെ 12 അല്ലെങ്കിൽ കൂടി പോയി 13 യൂറോ അത്രയാണ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്. നമുക്കൊരു 13 യൂറോയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2 സർവീസ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഒരു 1.5 മണിക്കൂർ, ഏറെക്കുറെ ഒരു 1.5 മണിക്കൂറോളം നമ്മൾ ബസ്സിൽ ആയിരുന്നു. അപ്പോഴത്തേക്കാണ് നമ്മൾ റോം അല്ലെങ്കിൽ മെയിൻ സിറ്റി, നമ്മുടെ റോമിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങി. അങ്ങനെ നമ്മൾ മെയിൻ സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ നമ്മുടെ റോം. ഇതാണ് നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ള നമ്മുടെ റോം. ഇവിടെ തന്നെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ആ മെട്രോ സ്റ്റേഷനിലേക്ക് പോയിട്ട് നമുക്കൊരു കാർഡ് എടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ആ കാർഡിന് ബസ്സാണെങ്കിലും അല്ലെങ്കിൽ ട്രെയിനൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇതേ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എല്ലായിടത്തും അറേഞ്ച് ചെയ്തിട്ട്. ഇപ്പം നമ്മൾ കണ്ട ആ ഒരു പബ്ലിക് ഏരിയ ആണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു മെഷീനിലാണ് നമ്മൾ ഈ ഒരു കാർഡ് എടുക്കേണ്ടത്. ഈ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് എല്ലാ ട്രാൻസ്പോർട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതായത് ബസ്സാണെങ്കിലും ഇതുപോലത്തെ മെട്രോ ട്രെയിനാണെങ്കിലും നമുക്ക് എന്താണെങ്കിലും
നമുക്ക് ആ കാർഡ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു റീചാർജബിൾ കാർഡ് കേട്ടോ. ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി പോകണമെങ്കിലും നമുക്കതൊന്ന് ജസ്റ്റ് റീചാർജ് ചെയ്യേണ്ട ഒരു കാര്യമേ വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഇത്രയും നേരം നമ്മൾ കാത്തിരുന്ന നമ്മൾ ആ ഒരു കൊളോസിയത്തിൻ്റെ ആ ഒരു വ്യൂവിലേക്ക് നമ്മൾ എത്തിയിരിക്കും. മെട്രോയിൽ നമ്മൾ ആ ഒരു കൊളോസിയത്തിൻ്റെ അവിടെയുള്ള മെട്രോ ആ സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു കൊളോസിയം സ്റ്റോപ്പിൽ ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ വരുമ്പോഴത്തേനും കാണുന്നത്. ചെറിയ പക്ഷികളൊക്കെ അവിടെ അതുവഴി ഇങ്ങനെ പറന്നു പോകുന്നതൊക്കെ കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ ഒരു വ്യൂ തന്നെ നമ്മളെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരുന്ന രീതിക്കുള്ള ഒരു വ്യൂ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഏറെക്കുറെ 5 ലക്ഷത്തോളം ആളുകൾ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഒരു ലോകാത്ഭുതം, ഒരു വേൾഡ് വണ്ടറിലാണ് നമ്മളിപ്പോൾ ഈ വന്ന് നിൽക്കുന്നത്. കൊളോസിയത്തിന് മുമ്പിലായിട്ട് നമ്മളിപ്പോൾ ഉണ്ട്. ലോകാത്ഭുതങ്ങളിലൊന്നായ കൊളോസിയമാണ് ഇപ്പോൾ എൻ്റെ പുറകിൽ ഇങ്ങനെ കാണുന്നത്. എൻ്റെ വേറൊരു ഷോട്ടും കൂടെ കാണിച്ചില്ല കേട്ടോ. കണ്ടോ ഇതിന്റെ സൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പറഞ്ഞു തരാൻ പറ്റില്ല. അത്രയും വലുപ്പമാണ്. അത്രയും വലുപ്പത്തിലുള്ള ബിൽഡിംഗ് ആണ്. ഇതിന്റെ ബാക്കിന്ന് ഇങ്ങനത്തെ ആ ഒരു സൂര്യനൊക്കെ ഉദിച്ചു വരുന്നൊരു വ്യൂ. ആ ഒരു ടൈമിലാണ് നമ്മൾ കൃത്യമായിട്ട് എത്തിയത്. കാണാൻ അടിപൊളിയാണ്. കൊളോസിയത്തിനുള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് ഓൺലൈനിൽ തന്നെ നമുക്കത് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു ക്യൂ നമ്മൾ ആ ബാക്കി കാണുന്ന ക്യൂവിൽ നമ്മൾ നിന്നിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഉള്ളിലേക്ക് കയറുന്നത്. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഈ ഒരു ഹാഫ് ഈ ഒരു ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നത് അത് പിന്നീട് എന്താ പറയുക കാലപ്പഴക്കത്തിൽ പോയതാണെന്നൊക്കെയാണ്. പക്ഷെ സത്യത്തിൽ ഇത്ര ഉള്ളത് ഈ ഒരു കൊളോസിയത്തിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ്. ഈ ഒരു ഹാഫ് വന്നിട്ട് ഇങ്ങനെ കട്ടായിട്ട് ഇങ്ങനെ ചെരിഞ്ഞിറങ്ങുന്ന രീതിക്കാണ് ഈ ഒരു കൊളോസിയത്തിൻ്റെ ഡിസൈൻ ഇവർ ചെയ്തിരിക്കുന്നത്. ഏറെക്കുറെ 2000 വർഷത്തിന് പഴക്കം പറയാനുള്ള ഒരുപാട് കഥകൾ പറയാനുള്ള ഒരുപാട് എന്താ പറയുക ഒരു ക്രൂവാലിറ്റി നടന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു കൊളോസിയം എന്ന് പറയുന്നത്. അത് കാണുക എന്ന് പറയുന്നത് നമുക്കൊരു വല്ലാത്തൊരു വണ്ടറാണ് ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് തന്നെ. നമ്മളിപ്പോൾ ഈ ഒരു ക്യൂവിൽ തന്നെ നിന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു ക്യൂവിൽ നിന്നിട്ട് ഈ കാണുന്ന ഈ ഉള്ളിലേക്കുള്ള ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യൂവിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ട്. ഈ കാണുന്ന ഈ ഒരു ഗാർഡനും ആ ഒരു കാര്യങ്ങൾ, ഗാർഡനല്ല, ആ ഒരു ചെറിയൊരു മൈതാനം, അതിൻ്റെ ഒരു ഓരത്തായിട്ടാണ് ഈ ഒരു കാണുന്ന കൊളോസിയം ഇരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എല്ലാ ഏരിയയും ഭയങ്കര അത്രയും തിരക്കാണ് കേട്ടോ. ഇവിടെ ഞാൻ വന്ന സമയത്താണെങ്കിലും ഞാൻ അതിരാവിലെ എത്തി. അതായത് ഒരുപാട് ക്രൗഡ് കാണില്ല എന്നോർത്താണ് കുറച്ച് രാവിലെ എത്തിയത്. പക്ഷേ രാവിലെ വന്നപ്പോഴും നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുന്ന പോലെയാണ്. നമുക്ക് നമ്മുടെ ബെൽറ്റ് ബാക്കി ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ സ്കാൻ ചെയ്തിട്ടേ അകത്തേക്ക് കയറി പോകാൻ പറ്റത്തുള്ളൂ. കാര്യം ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണല്ലോ, അല്ലെങ്കിൽ വേൾഡ് വണ്ടർ ആണല്ലോ. അതുകൊണ്ട് തന്നെ അത്രയും പ്രൊട്ടക്ഷനാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ അതുപോലെ ഉണ്ട്. നമ്മളിങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ എന്താ പറയുക കാലപ്പഴക്കത്തിൽ പോയിട്ടുണ്ട്. എന്നാലും ബാക്കി ഭാഗങ്ങളൊക്കെ അതേപോലെ തന്നെ ഇവർ റിനോവേറ്റ് ചെയ്ത് കുറച്ചൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒറിജിനൽ ഭാഗങ്ങളും കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ ഭാഗങ്ങൾ തന്നെ അവർ ആ സൈഡിലൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക കാഴ്ചക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഈ ഒരു ഭാഗം, അല്ലെങ്കിൽ ആ ഒരു ആളുകളൊക്കെ ആ ദൂരെ നിൽക്കുന്നുണ്ട്, ആ ഒരു ഭാഗത്തായിരുന്നു ഇങ്ങനെ ഈ മണൽ പരപ്പ്. ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് മൃഗങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുകളിലേക്ക് എത്തിപ്പെടും. ഈ കാണുന്ന അണ്ടർഗ്രൗണ്ടിൽ നിന്നാണ് ഗ്ലാഡിയേറ്റേഴ്സ് ഒക്കെ മുകളിലേക്ക് വരുന്നത്. ഈ കാണുന്ന ഈ നിരപ്പ്, അല്ലെങ്കിൽ ആ ആളുകൾ കണ്ട ആ ഒരു നിരപ്പിലാണ് സത്യത്തിൽ ഈ ഒരു യുദ്ധങ്ങളും അല്ലെങ്കിൽ തമ്മിലുള്ള അങ്ങോട്ടുള്ള പോരാട്ടങ്ങളും മൃഗങ്ങളായിട്ടുള്ള ഏറ്റുമുട്ടലുകളും ഒക്കെ കണ്ടിട്ട് ഈ ഒരു ചുറ്റുപാട് ഈ ഗാലറി മുഴുവൻ ആളുകൾ തിങ്ങി നിറഞ്ഞിട്ട് ആർപ്പ് വിളികളും ഒരുപാട് പേരുടെ കണ്ണീരും ഒക്കെ വീണ ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു ഏരിയയാണ് ഈ കൊളോസിയം എന്ന് പറയുന്നത്. നമ്മൾ ആ താഴത്തെ ഒരു ഏരിയയിൽ നിന്നും കുറച്ച് മുകളിലേക്ക് പോകുന്നുണ്ട്. ഇതൊരു നല്ലൊരു സ്റ്റെപ്പാണ് കേട്ടോ. ഒരു കുത്തനെ എന്ന് പറയാൻ പറ്റുന്ന സ്റ്റെപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഇവിടെ കുറച്ച് മാർബിളിൽ കുത്തിവെച്ചിരിക്കുന്ന കുറച്ച് രൂപങ്ങളൊക്കെ കാണാം. ഇതൊക്കെ കൊളോസിയത്തിൽ നിന്നും കണ്ടു കിട്ടിയ കുറച്ച് പുരാവസ്തുക്കളാണ്. അത് മാത്രവുമല്ല, ഇവിടെ നമ്മൾ മുമ്പിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇരുവശങ്ങളിലായിട്ടും ഇവർ ഈ മാർബിളിൽ തന്നെ കുത്തിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ സീസണിൻ്റെയൊക്കെ രൂപങ്ങളും ബാക്കിയുള്ള രാജാക്കന്മാരുടെ രൂപങ്ങളും ഒക്കെ നമുക്കിവിടെ അവരിങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മളിത് മുന്നിലേക്ക് തന്നെ നമ്മൾ നടന്ന് പോവുകയാണ്. കാര്യം നമ്മളിതിന് മുന്നിലേക്ക് പോയിട്ട് ഇതിൻ്റെ ടോപ്പ് വ്യൂവിലേക്കാണ് പോകുന്നത്. നമ്മൾ ഈ ടിക്കറ്റിൽ 18 യൂറോയാണ് നമ്മുടെ ടിക്കറ്റ് ചാർജ് വരുന്നത്. ആ ഒരു ടിക്കറ്റ് ചാർജിൽ തന്നെ നമുക്ക് ഈ എല്ലാ വ്യൂവും നമുക്ക് കാണാൻ പറ്റും. എല്ലാ തരത്തിലുള്ള ഒരു ഫസ്റ്റ് ഫ്ലോർ വരെ നമുക്ക് കയറാൻ പറ്റും. എല്ലാ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു വ്യൂ ഒരു വല്ലാത്ത വ്യൂ ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ താഴെ നിന്ന് കണ്ട പോർട്ടിലെ ഈ മുകളിലേക്ക് വന്ന ഇത്രയും നല്ലൊരു വ്യൂ കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ യുദ്ധങ്ങളും ആ ഒരു തമ്മിലുള്ള പോരാട്ടങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന ഈ ആളുകൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്താണ്. അതിൽ കുറച്ച് ഭാഗമൊക്കെ നശിച്ചു പോയിട്ടുണ്ട്.
പിന്നീട് റിനോവേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിക്ക് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഹാഫ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഓർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ എത്രയോ പേരുടെ ആർപ്പ് വിളികളും അല്ലെങ്കിൽ ഓരോ മനുഷ്യരുടെ കഥകളും എത്രയോ ഈ തൂണുകൾക്കും എത്രയോ കഥകൾ പറയാനുണ്ടായിരിക്കും. ഇവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്, ഒരു ചെറിയൊരു നെഗറ്റീവ് വൈബാണ് നമുക്കിവിടെ വരുമ്പോൾ അടിക്കുന്നത്. കാര്യം അതങ്ങനെയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ ചരിത്രം അറിയാവുന്ന ഒരാൾ ഇവിടെ വന്നാൽ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിച്ചിരിക്കുന്ന ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ കുറച്ചൊന്ന് സൈലൻ്റ് ആവാനുള്ള സാധ്യത വളരെ അധികമാണ്. കാര്യം ഇതിന് അതുപോലെ കഥകൾ പറയാനുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ജർമ്മനിയിലെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ പോകുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീൽ പോലെ തന്നെയാണ് ഇവിടെ വരുന്നത് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമുക്കൊരു അതിഥിയുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരാളിപ്പുണ്ട്. അതിങ്ങനെ ആൾക്കാരെയൊക്കെ അട്രാക്ട് ചെയ്തിട്ട് എൻ്റെ ഫോട്ടോ എടുക്കൂ എന്ന് പറഞ്ഞാണ് പുള്ളി ഇങ്ങനെ നിൽക്കുന്നത്. നമ്മളത് മറ്റൊരു ഭാഗത്തേക്ക് വന്നു. ഇവിടെ ഇങ്ങനെ ഒരുപാട് ഗേറ്റുകളുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു അകത്തേക്ക് കയറി പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് ഗേറ്റ് അവരിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് ആളുകൾക്ക് പല തരത്തിലുള്ള വ്യൂ കിട്ടാനായിട്ടാണ് ഇങ്ങനത്തെ പല ഗേറ്റുകൾ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ അണ്ടർഗ്രൗണ്ട്. ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്നായിരുന്നു ഗ്ലാഡിയേറ്റേഴ്സും മറ്റുള്ള മൃഗങ്ങളും ഒക്കെ ഈ മുകളിലേക്ക് ഇവർ എത്തിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് പോലും ലിഫ്റ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ കയറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ലിഫ്റ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. റോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിൽഡിംഗ് സ്ട്രക്ചർ, അവരുടെ ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഒരു വേൾഡ് വണ്ടറാണ്. അവർക്കത് എങ്ങനെയാണ് അത്രയും കാലങ്ങൾക്ക് മുമ്പ് ഇവരൊക്കെ ഇങ്ങനെ ചിന്തിച്ചെടുത്തത് നമ്മളിങ്ങനെ ഓർത്തു പോകും. ഇവിടെയൊക്കെ ഒരു ബ്രിക്കിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 2 ആളിൻ്റെ വലിപ്പമുണ്ട്. ഒറ്റ ബ്രിക്കിൻ്റെ വലിപ്പം. ആ ബ്രിക്കൊക്കെ ഇത്രയും ഉയരത്തിൽ നമ്മൾ പുറത്ത് നോക്കിയപ്പോഴത്തേനും നമ്മൾ ആ വ്യൂ കണ്ടു. അത്രയും ഉയരത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് അവിടെ ഇങ്ങനെ അവർ കയറ്റി വെച്ചിരിക്കുന്നതെന്ന് നമ്മളിങ്ങനെ ഓർക്കും. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ വണ്ടർ അടിക്കും ഇവിടെ വരുമ്പോഴത്തേനും. എന്നോട് വന്ന സമയത്ത് തന്നെ ഈ സൂര്യൻ ഉദിച്ചു വരുന്ന ഇവിടെ വരുവാണെങ്കിൽ അതിരാവിലെ വരണം കേട്ടോ. അതിരാവിലെ വന്നാലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് വ്യൂ, ആ ഒരുപാട് ബ്രൈറ്റ് അല്ല, അതിൽ ഒരുപാട് ഡിമ്മും അല്ലാത്ത ഒരു കംപ്ലീറ്റ് ഇതിൻ്റെ ഒരു വ്യൂ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മളിവിടെ അതിരാവിലെ എത്തിപ്പെടണം. അപ്പോൾ വരുന്ന ആൾക്കാർ അതിരാവിലെ എത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിലൂടെ ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ നടക്കുന്ന സമയത്തല്ല എൻ്റെ മനസ്സിൽ കൂടെ ഓർക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്ന കാര്യങ്ങൾ, ഇവിടെ നടന്ന ആർപ്പ് വിളികൾ, അതൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരും. ഇങ്ങനെ നമ്മൾ കുറേ നേരം അകത്ത് സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കണ്ടാലും നമുക്ക് മടുക്കില്ല. എനിക്കിതിൻ്റെ എത്ര ഷോട്ട് എടുത്തിട്ടും മതിയാവുന്നില്ല. പിന്നെ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം, ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ബ്രൈഡ് ഉണ്ട്. ഒരു കല്യാണം ഒക്കെ എന്താ പറയുക കഴിക്കാൻ പോകുന്ന ആളുകളാണ്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ആളുകളാണ്. അപ്പോൾ അവരിങ്ങനെ ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഭയങ്കര അടിപൊളിയായിട്ട് അവർ ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്ത്. പിന്നെ ഈ ഒരു എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഒരുപാട് ക്രൂവാലിറ്റി നടന്ന ഒരു ഏരിയ മനുഷ്യരുടെ ക്രിയേറ്റിവിറ്റി മൂലം എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ഒരു ബ്രൈഡ് പോലും അവിടെ നിന്ന് പിക്കെടുക്കുന്ന രീതിക്ക് അതിനെ മാറ്റിയെടുത്തു എന്ന് പറയുന്നത് റോമൻസിൻ്റെ ഒരു വലിയ ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റിയാണെന്ന് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളിനി ഇതേ അടുത്ത ഭാഗത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ റോമിൻ്റെ അടുത്ത ഭാഗം കാണാൻ വേണ്ടി പോവുകയാണ്.